Welcome back YouTube. അപ്പം ഇന്ന് നമ്മളെടുത്ത് സുസൂക്കിയുടെ V-Strom SX250 ആണുള്ളത്. അതായത് ഒരു V-Strom 650ൻ്റെ അനിയനായിട്ട് വരും. വണ്ടി ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു പ്രോപ്പർ ADV ലുക്കാണ്. അതായത് വണ്ടീനെ കൊണ്ട് എന്തും പറ്റും എന്നുള്ളൊരു ലുക്കാണ് വണ്ടിക്കുള്ളത്. ആക്ച്വലി V-Strom ഓടിച്ച സമയത്ത് എനിക്ക് ആ വണ്ടി ഭയങ്കര ഇഷ്ടമായത്. അപ്പോൾ അതിൻ്റെ ഒരു 250 വേരിയൻറ്റ് വരുന്നു പറഞ്ഞപ്പോൾ വേറെന്താ വേണ്ടേ. KTM 250 അടുത്ത് ഓടിച്ചിരുന്നു. അപ്പം അതും ഇതും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സീറ്റിംഗ് പോസ്റ്ററും അതിൻ്റെ സീറ്റിംഗ് പോസ്റ്ററൊക്കെ ഏകദേശം സെയിം ആണ്. കുറച്ച് മേലിരുന്ന് ഓടിക്കുന്ന ഫീലാണ് വണ്ടി കിട്ടുന്നത്. ഞാൻ KTMൽ പറഞ്ഞ പോലെ തന്നെ രണ്ടും സെയിം റൈഡിങ് പോസ്റ്ററൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ സീറ്റ് കുറച്ചും കൂടി അടിപൊളിയാണ് KTM വെച്ച് നോക്കുമ്പോൾ. നല്ല കംഫർട്ടാണ് ബാക്കും ഫ്രണ്ടും, പില്ലിയൻ വൈസും റൈഡർ വൈസും നോക്കുമ്പോൾ. അതൊക്കെ നമുക്ക് ഓടിക്കുമ്പോൾ പറയാം. ബാക്കി നമുക്ക് പ്രോപ്പർ സ്പെക്സിലേക്ക് കിടക്കാം. സോ വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത് 3 കളേഴ്സിലാണ്. ഒന്ന് ഈ യെല്ലോ, നാട്ടിലെങ്ങും എമ്പാടും ഫേമസ് ആയ ഈ കളർ. V-Stromൻ്റെ 650ക്കും ഈ കളർ വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഓറഞ്ചും ബ്ലാക്കും ആണ്. ബ്ലാക്ക് ആക്ച്വലി ഒരു സ്റ്റാൻഡേർഡ് കളറാണ്. നല്ല എന്താ പറയുക, ഒരു സോളിഡ് ലുക്കാണ് ബ്ലാക്ക് കളർ. ഇതെന്ന് പറയുമ്പോൾ ഒന്ന് തെറിച്ചിരിക്കും, ആൾക്കാരൊക്കെ ഒന്ന് എടുത്ത് നോക്കും. വണ്ടിയുടെ എഞ്ചിൻ ഭാഗത്തേക്ക് പോകും. എഞ്ചിൻ എന്ന് പറയുന്നത് 249cc സിംഗിൾ സിലിണ്ടർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ്. ലിക്വിഡ് കൂൾഡ് അല്ല, ഓയിൽ കൂൾഡാണ് വരുന്നത്. വലിയ ഹീറ്റിംഗ് ഒന്നും ഇല്ല വണ്ടിയുടെ ഭാഗത്തുനിന്ന് ഞാൻ ഓടിച്ചപ്പം. ഒരു 250 കമ്പയർ ചെയ്യുന്ന സമയത്ത് കേട്ടോ. പിന്നെ വണ്ടിയുടെ എഞ്ചിൻ MotoGP ടെക്നോളജി എന്നാണ് അവർ പറഞ്ഞത്. ഒരു MotoGP വണ്ടിയുടെ എഞ്ചിൻ ഒരു സ്ലൈറ്റ് പകർപ്പ് പോലെ എന്നാണ്, ആ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് സുസുക്കിക്കാർ പറയുന്നത്. 26.1 bhp ആണ് പവർ വരുന്നത്. 22.2 Nm ടോർക്കുമാണ് വരുന്നത്. അത് ആക്ച്വലി നല്ലപോലെ നമുക്ക് അറിയാനുണ്ട്. വണ്ടി ഒരു ജിക്സർ SF 250യുടെ പവറും വണ്ടിക്ക് ഒരു ADVൻ്റെ സ്യൂട്ടും, അതാണ് ഈ വണ്ടി. നല്ല പവർ ഉണ്ട് കേട്ടോ. ഒരു 250cc പെർഫോമൻസ് ഇത് കാണിക്കുന്നുണ്ട്. അതായത് നോർമലി നമ്മളൊരു ADV വണ്ടി എടുത്ത് നോക്കുമ്പം ADVക്ക് ആക്ച്വലി ഒരു പവർ കുറവുള്ളൊരു ഫീൽ പോലെ നമുക്ക് തോന്നും. കാരണം വണ്ടിയുടെ വെയിറ്റും പിന്നെ നമ്മളെ വെയിറ്റും താങ്ങി പോകുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ തോന്നും. പക്ഷേ ഇതിന് ആ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല, എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. പിന്നെ വണ്ടി വരുന്നത് 167 കിലോഗ്രാമാണ്. KTM ആക്ച്വലി ആ ഒരു റേഞ്ച് തന്നെയാണ് വരുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 167 കിലോ ഉണ്ടെങ്കിലും വണ്ടി കയറിയിരിക്കാനും ഒന്ന് ഉരുട്ടി കൊണ്ടുപോകാനൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. വെയിറ്റ് ഒന്നും നമുക്ക് ഫീൽ ആവുന്നില്ല. വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ വളരെ അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ 12 ലിറ്ററാണ് ടാങ്ക് വരുന്നത്. അതിൽ 2.4 ലിറ്റർ റിസർവ് ആണ് വരുന്നത്. 35 കിലോമീറ്ററാണ് കമ്പനി മൈലേജ് വരുന്നത്. യൂസർ റിവ്യൂ ഇതുവരെ കിട്ടിയിട്ടില്ല, കാരണം വണ്ടി ഇറങ്ങി അത്ര ആയിട്ടില്ലല്ലോ. മൈലേജ് ടെസ്റ്റൊക്കെ ആൾക്കാർ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ, അത് ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നെ വണ്ടിയുടെ സീറ്റായിട്ട് വരുന്നത് 835 വണ്ടി ആക്ച്വലി പ്ലാൻ ഫൂട്ടഡ് അല്ല, എന്നാലും ടിപ്പ് ടോവും അല്ല, ബട്ട് ഒരിച്ചിരി ഓക്കെയാണ്. അതായത് KTMൽ വന്നത് 855, അതായത് 855 ആണ് വന്നത്. അപ്പം അതിലെനിക്ക് പക്ക ടിപ്ടോ ആയിരുന്നു. കുറച്ചൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തു ഹൈറ്റ് കാരണം. പക്ഷേ ഇത് 835. അപ്പം നമുക്കൊരു കുറച്ചും കൂടി ഒരു എന്താ പറയുക, വണ്ടി ഒന്ന് താങ്ങാനുള്ളൊരു കാല് കുത്താനുള്ള രീതിയൊക്കെ ഉണ്ട്. ഞാൻ ആക്ച്വലി 5'7" ഹൈറ്റ് വരുന്നത്. അപ്പം ബാക്കി നിങ്ങൾ ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കുക. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 205 mm ആണ്. ഇത് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഫൈബർ ആണോ, അല്ല, ഇത് മെറ്റലാണ് വരുന്നത്. അത് നല്ലൊരു ടച്ചാണ് കേട്ടോ സുസുക്കിക്കാർ കൊടുത്തത്. അപ്പം വണ്ടി അടി തട്ടാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. സെൻട്രൽ സ്റ്റാൻഡ് വരുന്നില്ല, സൈഡ് സ്റ്റാൻഡാണ് വരുന്നത്. സെൻട്രൽ സ്റ്റാൻഡ് ഓപ്ഷണൽ ആണോ എന്ന് എനിക്ക് അറിയില്ല. പിന്നെ ഡുവൽ ABS ആണ്. ഓബിയസ്ലി ABS സ്വിച്ചബിൾ അല്ല. ഫ്രണ്ടിൽ 320 mm ബാക്കിൽ 280 എന്നാണ് എൻ്റെ ഒരു നിഗമനം. സ്വിച്ചബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഓഫ് റോഡിൽ എന്താ പറയുക, മണ്ണൊക്കെ തെറിപ്പിച്ചടിപ്പിച്ച് പോകാനൊന്നും പറ്റില്ല. പിന്നെ ഇത് പ്രോപ്പർലി ഒരു ഓഫ് റോഡ് ഓറിയൻറ്റഡ് ബൈക്കല്ല, നോർമലി ഒരു റോഡ് ടൂറർ എന്നൊരു കാറ്റഗറിയിലാണ് വരുന്നത്. സോ ഫ്രണ്ടിലെ ടയർ സൈസ് വരുന്നത് 19 ഇഞ്ച് 100/90 സെഷൻ ആണ് വരുന്നത്. MRFൻ്റെ ടയറാണ് രണ്ടും വരുന്നത്, ഡുവൽ പർപ്പസ്. ബാക്കിൽ വരുന്നത് 17 ഇഞ്ച് 140/70 ടയേഴ്സാണ്. MRFൻ്റെ ടയേഴ്സ് പിന്നെ നോർമലി അടിപൊളിയാണല്ലോ, നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനും ബാക്കിൽ 7 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോഷോക്കുമാണ് വരുന്നത്. സസ്പെൻഷൻ വണ്ടി ഓഫ് റോഡ് എടുത്ത് പോകാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റും, ഷുവറായിട്ടും പറ്റും, ഒരു പ്രശ്നമില്ല. പക്ഷേ നമുക്കെന്താ പറയുക, റോഡിൽ ഓടിക്കുന്ന അത്ര കോൺഫിഡൻസ് ഓഫ് റോഡിൽ കിട്ടില്ല, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഒരു പ്രോപ്പർ റോഡ് ഓറിയൻറ്റഡ് ബൈക്കായിട്ടാണ് ഇത് അവർ ബിൽഡ് ചെയ്തത്. ടൂറിങ് റോഡ് ഓറിയൻറ്റഡ്, അതായത് നമുക്കൊരു ഹൈവേ ഒക്കെ ആഞ്ഞു പിടിച്ച് ചില്ല് ചെയ്ത് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയൊരു വണ്ടി. പിന്നെന്താ വരുന്നത്, പിന്നെ നമ്മളെ ജിക്സർ 250ൽ കാണുന്ന പോലത്തെ ഹെഡ്ലൈറ്റാണ് വരുന്നത്. LED ആണ് വരുന്നത്. ഇത് 2 ലോ ബീമും ഒരു ഹൈ ബീമുമാണ് വരുന്നത്. ഹാലോജൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്. ബാക്കിൽ
സെയിം ജിക്സറിനെ പോലെ തന്നെ ടെയിൽ ലൈറ്റാണ് വരുന്നത്. പിന്നെ ജിക്സറിൻ്റെ അതേപോലെ തന്നെ എക്സോസ്റ്റ് ഡുവലായിട്ട് സ്പ്ലിറ്റ് ആയിട്ടാണ് വരുന്നത്. സെയിം SF 250ൻ്റെ സെയിം സൗണ്ട് തന്നെയാണ് എനിക്കിതിൽ ഫീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സൗണ്ടിൽ തോന്നുന്നില്ല കേട്ടോ. ഗ്രാബ് റെയിൽ വിത്ത് ഒരു കാരിയർ രീതിയിലാണ് കൊണ്ടുവന്നത്. ആക്ച്വലി വളരെ നൈസാണ്. ബോക്സൊക്കെ മൗണ്ട് ചെയ്യാം. ബാഗ് വേണമെങ്കിൽ നമുക്കൊരു ഡഫിൾ ബാഗൊക്കെ മൗണ്ട് ചെയ്ത് സെറ്റാക്കി വെക്കാൻ പറ്റുന്നൊരു ടൈപ്പ്. പിന്നെ ഇവിടെ ഓഫ് റോഡിന് പറ്റിയ ഗ്രിപ്പുള്ള ടൈപ്പ് പെഡലൊന്നുമല്ല കൊടുത്തത്, കാരണം റോഡ് ഓറിയൻറ്റഡ് ബൈക്കാണല്ലോ. പക്ഷേ എന്ന് വെച്ചാലും ഇവിടെ ചെറിയൊരു ഗ്രിപ്പ് രീതി കൊടുത്തിട്ടുണ്ട് ഈ കാല് വെക്കുന്ന ഭാഗത്ത്. സുസുക്കി V-Strom എന്ന ആൾക്കാർ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് ഈ ബീക്കം വെച്ചിട്ടാണ്. പിന്നെ ഇത് അഡ്ജസ്റ്റബിൾ അല്ല. എനിക്ക് തോന്നി ഈ സ്ക്രൂ ഊരിയിട്ട് മേലോട്ട് വെക്കാൻ പറ്റും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പിൻ പ്രൊട്ടക്ഷൻ കുറച്ച് കുറവാണ്. ഇത് കുറച്ച് മേലോട്ട് വെക്കുകയാണെങ്കിൽ ഓക്കെയാണ്. ലൈക്ക് ഈ 2 സ്ക്രൂ ഊരിയിട്ട് ഒന്ന് മേലോട്ടാക്കണം. ബട്ട് വൈബ്രേഷൻ വരുമോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഇവിടെ എക്സ്ട്രാ ആഫ്റ്റർ മാർക്കറ്റ് ചെറിയൊരു സാധനം കിട്ടും നമ്മൾ ആമസോണിൽ 1 സംതിങ്ങിന്, അത് വെച്ചാൽ മതി. അപ്പോൾ ഓക്കെയാണ്. ഒരു ഡീസൻറ്റ് ഹാൻഡിൽ ഗാർഡാണ് വരുന്നത്. നല്ല വൃത്തിക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. നല്ല ഹാർഡായിട്ടുള്ളൊരു പ്ലാസ്റ്റിക്കാണ് വരുന്നത്. വണ്ടിയുടെ പുറമേ ഉള്ള കാര്യം അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇനി വണ്ടിയുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് പോകും. അയ്യോ, അതിന് മുന്നേ അതിൻ്റെ അടുത്തൊരു സാധനമുണ്ട്. ഇതേ കാണണം, നമ്മുടെ ചാർജിങ് സോക്കറ്റ്. USB ചാർജിങ് സോക്കറ്റാണ് വരുന്നത്. ഇത് ബാക്ക് ലൈറ്റാണ്, അതായത് ഒരു ബ്ലൂ ലൈറ്റ് കത്തും നൈറ്റിൽ. ഞാൻ കാണിച്ചുതരാം. ഇതേ കണ്ടോ, അത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം രാത്രിയൊക്കെ നമ്മളിങ്ങനെ തപ്പി നടക്കും. അപ്പോൾ അതിലും ഭേദം അതാണ് നല്ലത്. സോ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നമ്മളെ സുസുക്കിയിലേക്ക് കാണുന്ന പോലെ ടിപ്പിക്കൽ അവരെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. പക്ഷേ എന്നാലും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഫ്യൂല് കാണിക്കുന്നത്, ടൈം കാണിക്കുന്നുണ്ട്, ടാക്കോമീറ്റർ കാണിക്കുന്നുണ്ട്, സ്പീഡോമീറ്റർ കാണിക്കുന്നുണ്ട്, പിന്നെ നമ്മളെ ഗിയർ ഇൻഡിക്കേഷൻ. പിന്നെ മോഡ് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് പെയറിംഗ് മോഡ് കാണിക്കും. അതായത് നമുക്ക് ഫോണിൽ കണക്ട് ചെയ്യാം. ഫോൺ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, നമുക്ക് നാവിഗേഷൻ മനസ്സിലാക്കാം. പിന്നെ കോൾ അലേർട്സ് ഉണ്ട്, നമ്മളെ ഫോണിൽ വരുന്ന മെസ്സേജസ് വരെ കാണിക്കും. ഡ്യൂഡ്, വേറെ എന്താ വേണ്ടത്? ഇത് കണക്ട് ചെയ്ത് ഫോൺ അങ്ങ് നമ്മളെ പോക്കറ്റിൽ ഇട്ട് വെച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്തിന്, ഫോണിൻ്റെ ബാറ്ററി ലെവലില്ലേ അത് വരെ ഇതിൻ്റെ അകത്ത് കാണിക്കും. നമ്മളെ ഫോണിൻ്റെ ബാറ്ററി ലെവലല്ലേ ഡിസ്പ്ലേയിൽ കാണിക്കും. ഇതെന്താ BMW ബൈക്കോ? അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സംഭവം വരുന്നത്. പിന്നെ ട്രിപ്പ് A കാണിക്കുന്നുണ്ട്. ട്രിപ്പ് Aയിൽ ആവറേജ് കിലോമീറ്റർ എത്ര കിട്ടുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. 22ഒക്കെയാണല്ലോ, 26 കാണിക്കുന്നത്. പിന്നെ ട്രിപ്പ് B അതിലും ആവറേജ് കിലോമീറ്റർ എത്ര എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ബാറ്ററി വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാണ്. പിന്നെ ഇവിടെ RPMൻ്റെ ഇതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. നൈസാണ് ആക്ച്വലി. ഇങ്ങനെയാണ് എൻ്റെ കാലിരിക്കുന്നത്. ലൈക്ക് പ്രോപ്പർ ടിപ്ടോ അല്ല, എന്നാലും നമുക്ക് കുറച്ച് താഴോട്ട് കുത്താൻ പറ്റും. വണ്ടി ഒന്നും ബാക്കോട്ട് തള്ളാൻ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ. സോ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഹാൻഡിൽ ബാർ വർക്ക് ഔട്ട് ചെയ്യാം. ഹാൻഡിൽ ബാർ എന്ന് പറയുന്നത് കിൽ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ 1 ടച്ച് ഇഗ്നിഷനാണ്. ഞാനിപ്പോൾ തെറിച്ചേനെ, വെറുതെ അമർത്തേ വരില്ല. ക്ലച്ച് പിടിച്ചിട്ട് കണ്ടോ. പിന്നെ ഈ സൈഡിൽ വരുന്നത് പാസ് വരുന്നുണ്ട്, ഹൈ ബീം വരുന്നുണ്ട്, ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ഹോൺ വരുന്നുണ്ട്. ഹോണല്ല, വണ്ടിയുടെ ഹോണും എന്തിനാ അങ്ങനെ കൊടുക്കുന്നത്? കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ഹിമാലയൻ്റെ ഓണൊക്കെ ആക്ച്വലി നൈസാണ്. കുറച്ചൊരു ബിഗ് ബൈക്ക് ഫീൽ കിട്ടുന്ന ഒരു ഓൺ കൊടുത്തിരുന്നെങ്കിൽ പൊളിക്കിനി. പിന്നെ ഓണൊക്കെ മാറ്റാൻ പറ്റുന്നൊരു സാധനമാണ്, അതുകൊണ്ട് അതൊരു പ്രശ്നമൊന്നുമില്ല. പിന്നെ ഹാൻഡിൽ ബാർ പൊസിഷനും ആക്ച്വലി നൈസാണ്. നമ്മൾ KTM 250 എങ്ങനെയാണ് ഇരിക്കുന്നത് ആ ഒരു ഫീൽ തന്നെ എനിക്കിതിലും കിട്ടുന്നത് കേട്ടോ, പേഴ്സണലി. എനിവേ ബാക്കി നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഓൺ ദ റോഡാണ്. വണ്ടിയുടെ ഫുഡ് പാക്ക് ഒരു ഇച്ചിരി എന്താ പറയുക, പക്കാ സ്ട്രൈറ്റ് അല്ല. നമ്മളെ KTM പോലെ തന്നെ ഒരു പൊടിക്ക് ബാക്കോട്ടായിട്ടാണ് ഇരിക്കുന്നത്. ഒരു പൊടിക്ക് സ്പോർട്ടി ഫീലിംഗ് ഉണ്ട് വണ്ടിക്ക് കാലിൻ്റെ ഭാഗത്ത്. പക്ഷേ എന്താ പറയുക, ഡിസ്കംഫേർട്ട്സ് ഒന്നുമല്ല, നല്ല കംഫർട്ടായിട്ട് തന്നെയാണ്. ഹാൻഡിലിങ്ങും അതുപോലെ തന്നെ നല്ല കംഫർട്ടായിട്ടാണുള്ളത്. ഫ്രണ്ടിലെ വ്യൂ എനിക്ക് ആ ഒരു ഇരുത്തം അതൊക്കെ മൊത്തം ഒരു KTM ഫീലാണ് എനിക്ക്, ആ ഒരു വൈബാണ് എനിക്ക് അടിക്കുന്നത്. അതുകൊണ്ട് എന്താ പറയുക, എനിക്ക് ഒരു ബുദ്ധിമുട്ട് ഫീൽ അങ്ങനെയൊന്നും തോന്നുന്നില്ല. വളരെ നൈസാണ്. എൻജിൻ എൻ്റെ പൊന്നും മോനെ, ഞാൻ KTMൽ പറഞ്ഞില്ലായിരുന്നു നമുക്ക് ആക്സിൽ ലൈക്ക് ഒന്ന് റവ് ചെയ്യുമ്പം ഒരു ബസ് ഫീൽ അടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ആ ഒരു കാര്യം KTM എന്ന് വെച്ച് നോക്കുമ്പം ഇത് വളരെ വ്യത്യസ്തമാണ്. കാരണം ഇതിൻ്റെ അകത്ത് ബസ് ഫീൽ ഒന്നും എനിക്ക് അടിക്കുന്നില്ല കേട്ടോ. കാരണം അത്രയും റിഫൈൻഡാണ് എൻജിൻ. വൈബ്രേഷൻസ് ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം. പുള്ളിക്കാരൻ എപ്പോഴാണ് സീറ്റ് ബെൽറ്റ് ഇടുന്നത്. വൈബ്രേഷൻസ് ഒന്നും ഇല്ലയെന്ന് തന്നെ പറയും. കാരണം സീറ്റിൻ്റെ കംഫേർട്ട് അത് വേറെ. സീറ്റിൻ്റെ കംഫേർട്ട് നല്ലോണം ഉണ്ട് കേട്ടോ. കറക്റ്റ് എന്താ പറയുക, നിതംബങ്ങൾ കൊള്ളുന്ന ഒരു സീറ്റാണ്. നല്ലപോലെ ഒതുങ്ങി എന്താ പറയുക, നല്ലൊരു ഗ്രിപ്പ് തരുന്നൊരു സീറ്റാണ്. നമ്മൾ എന്താ പറയുക, ഒന്ന് സ്ലിപ്പായി പോകുന്നില്ല ബ്രേക്ക് പിടിച്ചാൽ. കാരണം അവിടെ അങ്ങനെ പ്ലാന്റഡ് ആണ് നമ്മൾ. പിന്നെ ബ്രേക്ക് ബൈറ്റൊക്കെ നല്ല പോലെ ഉണ്ട്, അടിപൊളിയാണ്. ബ്രേക്ക് പിടിച്ചാൽ അവിടെ അങ്ങനെ നിന്നോളത് കൊടുക്കുമ്പോഴൊക്കെ.
പൊളിയാണ്, ഒരു രക്ഷയില്ല. നമുക്ക് സുഖമായിട്ടൊരു ലോങ് ടൂറൊക്കെ ചെയ്യട്ടോ, നോ പ്രോബ്ലം ബ്രോ. റോഡിൽ ഈ വണ്ടി മരണമാസമാണ്. സുസുക്കീൻ്റെ അടുത്ത് ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല കേട്ടോ ഒരു ADV ഇറക്കിയ ടൈം. അവരെ 600 V-Strom ബിഗ് ബൈക്സ് ഒക്കെ ഇറക്കുമ്പോൾ നമ്മൾ അത്രയും സൂക്ഷ്മമായി ഉണ്ടാക്കും. കാരണം ഒരു പ്രീമിയം ബൈക്കാണല്ലോ ഉണ്ടാക്കുന്നത്. നോർമലി എല്ലാ കമ്പനീസും അങ്ങനെയാണ്, അവർ പ്രീമിയം ടച്ചിലാണ് ഉണ്ടാക്കുക. പക്ഷെ ഒരു 250 ഇറക്കുമ്പോൾ ഞാൻ വിചാരിച്ചാൽ വെറുതെ ഇങ്ങനെ 250 ഒരു ADV കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഉണ്ടാക്കിയിട്ട രീതിയിലാണ് ഉണ്ടാക്കുന്നതെന്ന്. ബട്ട് അല്ല, അതും വളരെ നല്ല വൃത്തി നോക്കി കണ്ട് എന്താണോ ഒരു കസ്റ്റമറിന് വേണ്ടത്, ഒരു ADV എന്താണോ വേണ്ടത് അത് നോക്കിയും കണ്ടും അത്രയും വൃത്തിയിലാണ് ഈ വണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. ആക്ച്വലി നൈസാണ് വണ്ടി. പിന്നെ വണ്ടി അധികം റോഡിൽ ഇറങ്ങാത്തതുകൊണ്ട് ആൾക്കാരൊക്കെ നല്ല ലുക്കാണ്, അതായത് ആൾക്കാർ നല്ലപോലെ നോക്കുന്നുണ്ട് വണ്ടി. പിന്നെ ടയേഴ്സ് നല്ല ഗ്രിപ്പ് ഓഫർ ചെയ്യുന്നുണ്ട്. MRF ടയേഴ്സ് ഓബ്വിയസ്ലി അടിപൊളിയാണ്, നൈസാണ്, പൊളിയാണ്, ഒന്നും പറയാനില്ല. പിന്നെ ഞാൻ നിൽക്കുമ്പോൾ പറയാൻ മറന്നൊരു കാര്യം, വണ്ടി 6 സ്പീഡാണ്. 1 2 3 എന്ന് പറഞ്ഞ ഗിയർ ബ്രോ നമ്മളെ കൊണ്ടുപോകും വണ്ടി സ്വർഗത്തിലേക്ക്. അല്ല അങ്ങനെയല്ല, നമ്മളെ വണ്ടി അങ്ങ് വലിച്ചങ്ങ് കൊണ്ടുപോകും അത്. പിന്നെ 4 5 6 4 നമുക്ക് 3 മതി എന്നാണ് എനിക്ക് തോന്നുന്നത് സിറ്റിയിലൊക്കെ. 4 5 6 ഒക്കെ ഇങ്ങനെ കിടക്കുകയാണ് ബാക്കി. അപ്പോൾ ഹൈവേയിലൊക്കെ പറ്റിയ വണ്ടിയാണിത്. 6-ലൊക്കെ നമുക്ക് 6th ഗിയറിലിട്ടിട്ട് നമുക്കിങ്ങനെ ചില്ല് ചെയ്ത് ക്രൂസ് ചെയ്യാം. അതായത് വണ്ടിക്ക് ഒരു സ്ട്രെസ്സായിട്ടുള്ള ഒരു ഫീലും ഉണ്ടല്ലോ, അത്ര കംഫർട്ടായിട്ടാണ് വണ്ടി പോകണത്. വണ്ടിയുടെ റേറ്റ് വരുന്നത് 2,77,000, അതായത് 2,77,000 വരുന്നത്. ഓട്ടോക്കാരൻ്റെ സ്ഥിരം പരിപാടി. ഓക്കെ, 2,77,000 വരുന്നത് വണ്ടി. അപ്പം അതിന് മാത്രം ഉണ്ടോയെന്ന് ചോദിച്ചാൽ റോഡ് ടൂറിങ് എന്നൊരു പേർപ്പസാണ് വണ്ടി കേട്ടോ. ഞാൻ വീണ്ടും പറയാൻ, റോഡ് ടൂറിങ് ആണ്, ഓഫ് റോഡല്ല, റോഡ് ടൂറിങ്. അപ്പം അങ്ങനെ നോക്കുമ്പം വണ്ടിയുടെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോഴും വണ്ടിയുടെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോഴും വണ്ടിയുടെ കംഫേർട്ട് വെച്ച് നോക്കുമ്പോഴും എല്ലാം കൊണ്ടും 2,77,000 ഒരു 250 ബൈക്ക് വേർത്താണോ ചോദിച്ചാൽ ABS സ്വിച്ച് ഇതാ ലേഡി ഡ്രൈവേഴ്സ് മാൻ. ഓക്കെ, ഞാൻ മൈൻഡ് ബ്രേക്ക് ഉയർ, അത്ര തന്നെ പറയാം. സോയാ എല്ലാം കൊണ്ടും വെച്ച് നോക്കുമ്പോൾ വണ്ടി വേർത്താണോന്ന് വെച്ചാൽ ഇച്ചിരി ഓവർ പ്രൈസ്ഡ് ആണ്. എന്താ പറയുക, 250 240 ഒക്കെ ആണെങ്കിൽ നമുക്കൊന്ന് നോക്കായിരുന്നു എന്ന രീതിയിലാണ്. 277 എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് കിടന്നു പോയി. പക്ഷേ ഒരു 250 സ്പോർട്സ് ബൈക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന വണ്ടിയാണ് ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ സുസുക്കിൻ്റെ സർവീസ് നല്ല സർവീസാണ്. ഞാൻ കണ്ടിടത്തോളം ബാക്കിയുള്ളവർ കേട്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ എൻ്റെ അടുത്ത് ആൾക്കാർ പറഞ്ഞത് കുഴപ്പമില്ല എന്നാണ്. സുസുക്കിൻ്റെ സർവീസൊന്നും വലിയ സീനൊന്നുമില്ല. പിന്നെ പാർട്സിനും അത്ര വലിയ റേറ്റ് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ മിററിൻ്റെ കാര്യം, ഒരു BM ആണല്ലോ പോണേ. വണ്ടിയുടെ മിറർ ആക്ച്വലി നല്ല വ്യൂ തരുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, നമ്മളിങ്ങനെ ഇങ്ങനെ കുനിഞ്ഞിരുന്ന് അങ്ങനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് കണ്ണൊന്നും നീക്കാൻ തന്നെ നമുക്ക് ബാക്കിലുള്ള എല്ലാം കാണാമെന്നുള്ള രീതിയിലാണ് വണ്ടിയുടെ മിറർ ഉള്ളത്. വണ്ടി നല്ല അടിപൊളി ലുക്കാണ്, നാട്ടുകാരൊക്കെ നോക്കും. എന്താ പറയുക, നമുക്ക് മനസ്സറിഞ്ഞ് ഷോ ഓഫ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ് കേട്ടോ. വെറുതെ പറയല്ല, കാര്യമായിട്ട് പറയാണ്, ഷോ ഓഫ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ്. ആൾക്കാരെ ലൈക്ക് പവറുണ്ട്. ആൾക്കാരെ മുമ്പിലെത്തുമ്പം നമ്മളൊന്ന് അങ്ങനെയൊക്കെ ഒന്ന് ആക്കി എടുത്ത് പോകാൻ പറ്റുന്നൊരു വണ്ടിയാണ്. ബട്ട് എന്ന് വെച്ചിട്ട് നമ്മളൊരു പരിധി വിട്ട് കളിക്കാനും പാടില്ല, നമ്മളൊരു കൺട്രോളിലിരിക്കണം വണ്ടി, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്, ദാറ്റ്സ് ഓൾ. സോ എനിവേ, ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ പറയേണ്ടതെല്ലാം പറഞ്ഞെന്ന് വിചാരിക്കുന്നു. വണ്ടി ഓണേഴ്സ് ഉണ്ടെങ്കിൽ അവർ കമൻറ്റ് ചെയ്യാം. ഇനി എന്തെങ്കിലും പറയാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കമൻറ്റിൽ ആഡ് ചെയ്യാം. സോ എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഡു ഷെയർ, ഡു ലൈക്ക് ആൻഡ് ഡു സബ്സ്ക്രൈബ്. ഗുഡ് ബൈ.